നോട്ട് ആൻ ഐഡിയൽ UPSC കാൻഡിഡേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ഈ എക്സാം വരുമ്പോൾ മാത്രം പഠിക്കുന്ന ഒരു ടൈപ്പാണ്. എന്നെ സംബന്ധിച്ച് പ്രിലിംസ് തന്നെയായിരുന്നു ഒരു വലികേറാൻ നില എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. കാരണം ദിസ് വാസ് മൈ 6th ആൻഡ് ഫൈനൽ പ്രിലിംസ്. ആദ്യമായിട്ടാണ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. ലക്കിലി ഗോട്ട് ഇൻ ടു സർവീസ് ആസ് വെൽ. സോ പ്രിലിംസ് തന്നെയായിരുന്നു ഒരു മേജർ ബ്ലോക്ക്. എക്സാമിൻ്റെ അന്ന് പുലർച്ചെ 2 മണിക്ക് ഐ ഗോട്ട് എ ന്യൂ ഇൻഫർമേഷൻ ദാറ്റ് വാസ് എൻറ്റയർലി ഓപ്പോസിറ്റ് ടു വാട്ട് ഐ ഹാഡ് learned or what I knew till that moment. And unfortunately that particular question came for prelims, and ഞാൻ പഠിച്ചു വെച്ച് I was so excited to see this question. എൻ്റെ പുതിയ ഇൻഫർമേഷൻ ആ ഒരു ഓപ്ഷൻ ആയിട്ടും ഉണ്ടായിരുന്നു. I took that. ഇത്രയും കാലം പറഞ്ഞിട്ടുണ്ടായിരുന്നു, but in fact the correct answer, and I couldn't clear that prelims for 2 marks. So mine was a long journey. I resigned in 2016 and now it is 2025. And there are people തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ക്രൗഡ് നമ്മുടെ പുറകിലില്ലെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്ന് ഈവൻ എഫ് ഹാൻഡ്ഫുൾ ദേ വർ റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ജേർണി. മേ ബി 10-15 ക്വസ്റ്റ്യൻസ് ഐ ഡോണ്ട് നോ സ്ട്രേറ്റ് അവേ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതലൊന്നും വരാനില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമസ്കാരം. ലീഡിൻ്റെ സക്സസ് പോഡിയത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മൈക്കലാണ്. മൈക്കൽ ജോൺ ഈ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 415-ാം റാങ്ക് കരസ്ഥമാക്കി നമ്മുടെ ലീഡിൻ്റെ സക്സസ് പോഡിയത്തിൽ നമ്മളോട് അനുഭവം പങ്കുവെക്കാൻ എത്തിയിരിക്കുകയാണ് മൈക്കലിനെ സ്വാഗതം ചെയ്യാം. മൈക്കൽ പാലക്കാട് സ്വദേശിയാണ്. കൊമേഴ്സിൽ ബിരുദവും തുടർന്ന് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ശേഷമാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും 6ാമത്തെ അറ്റംപ്റ്റിൽ ഈ ഒരു വിജയം നേടി ഇവിടെ ഇരിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മൈക്കലിന് നമ്മളോട് പറയാനുണ്ട്. ആ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കാര്യങ്ങളും മറ്റ് അനുഭവമൊക്കെ പങ്കുവെക്കാൻ മൈക്കലിനെ സ്വാഗതം ചെയ്യാം. മൈക്കൽ, കൺഗ്രാജുലേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ഓക്കെ, സോ ഈ ഒരു ജേണി വളരെ നീണ്ടതായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? റിലീവ്ഡ് മോർ ദാൻ എനിത്തിങ്. ഓക്കെ, ഒറ്റവാക്കിൽ അങ്ങനെ പറയാമല്ലേ. സിവിൽ സർവീസ് പരീക്ഷയുടെ ഈ ഒരു കോഴ്സിൽ പ്രിപ്പറേഷൻ്റെ സമയത്ത് എന്താണ് വാട്ട് ഹാസ് ചേഞ്ച്ഡ്? അതായത് തുടങ്ങുന്നതിന് മുമ്പ് മൈക്കലിൻ്റെ ഒരു എന്താ പറയുക ഒരു വേൾഡ് വ്യൂ പെർസെപ്ഷൻ അത് പ്രിപ്പറേഷൻ്റെ സമയത്ത് എങ്ങനെയൊക്കെയാണ് മാറിയിട്ടുള്ളത്? എന്താണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ മാറിയത്? സിവിൽ സർവീസ് ഡെഫിനറ്റ്ലി ഹാസ് ഹെൽപ്സ് ഗെയിൻ സം നോളജ്, അതുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു നമ്മുടെ പെർസ്പെക്റ്റീവ്സ് കുറച്ചും കൂടി ബ്രോഡർ ആവാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ദാറ്റ് ഐ ഡു നോട്ട് തിങ്ക് ദാറ്റ് ഹാപ്പൻസ് ഓട്ടോമാറ്റിക്കലി. നമ്മുടെ ഒരു കോൺഷ്യസ് എഫേർട്ടും കൂടി ഇല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. സോ ദാറ്റ് ഹാസ് ഡെഫിനറ്റ്ലി ഹെൽപ്ഡ്. നമുക്ക് കിട്ടുന്ന അറിവും അത് നമ്മളിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഒരു പരിധി വരെ വിജയിച്ചു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും. നേരത്തെ SBI ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? മറ്റ് മത്സര പരീക്ഷകളിൽ നിന്ന്, കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് അക്കോർഡിംഗ് ടു യു? മറ്റുള്ള എക്സാംസ് നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നോളജ് മാത്രമാണ് അളക്കുന്നത്. ഇവിടെ നമ്മുടെ പെർസ്പെക്റ്റീവ്സ്, എസ്പെഷ്യലി പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നമ്മുടെ റിയലി പേഴ്സണാലിറ്റി ഗെറ്റ്സ് ടെസ്റ്റഡ്. നമ്മുടെ നോളജ്, ഫാക്ച്വൽ നോളജിനേക്കാൾ ഉപരി, എസ്പെഷ്യലി ഇൻ ദ ലാസ്റ്റ് ഡേ ഫൈനൽ സ്റ്റേജ്, നമ്മളെ ശരിക്കും ആ ഒരു 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ദേ ഗെറ്റ് ടോട്ട്. നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാലും I don't think we can perform as we prepared. നമ്മൾ who we are totally comes out എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, which is different from other exams and interviews. റൈറ്റ്. ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ തുടങ്ങിയ ഒരു അല്ലെങ്കിൽ സിവിൽ സർവീസിന് ട്രൈ ചെയ്യാം എന്ന് തീരുമാനമെടുത്ത ഒരു പോയിന്റ് ഉണ്ടാവല്ലോ. എന്താണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു ചിന്ത വരുന്നത്? എന്നായിരുന്നു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. ഈവൻ ആസ് എ ബാങ്ക് ക്ലർക്ക് ബാക്ക് ദെൻ ഐ കുഡ് ഡു മെനി തിങ്സ് വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ. ഒരു കപ്പാസിറ്റിയിൽ ചെയ്യാൻ പറ്റി. ഐ റിയലി വാണ്ടഡ് ടു ഡു ദാറ്റ് ഓൺ എ മച്ച് വൈഡർ പ്ലാറ്റ്ഫോം. അതുകൊണ്ടാണ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണം. മിഡ് 2015 അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സോ ഐ റിസൈൻഡ് ഇൻ early 2016. ഓക്കെ, അതായത് പ്രൊഫഷണൽ ലൈഫിൽ സ്റ്റാർട്ട് ശേഷമാണ് പ്രിപ്പറേഷൻ തുടങ്ങിയത്. കോളേജ് സമയത്തൊന്നും തുടങ്ങിയിട്ട് ചിന്തിച്ചിട്ട് പോലും. ഓക്കെ, പാലക്കാടുകാരനാണ്, വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. എന്തുകൊണ്ടായിരിക്കും കൊമേഴ്സ് കഴിഞ്ഞിട്ട് സോഷ്യോളജിയിലേക്കൊരു എന്താ പറയുക ഒരു ചേഞ്ച്, ട്രാൻസിഷൻ? പഠിച്ച് വെച്ച പോയിന്റ് ഒന്നുമില്ല. നമ്മൾ കൊമേഴ്സ് കഴിഞ്ഞു. ഐ ഹാഡ് സം ഇൻട്രസ്റ്റ് ഇൻ സോഷ്യോളജി മുൻപ് മുതലേ. പിന്നെ നമ്മുടെ ഓപ്ഷനലും ആ ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ പിന്നെ PG സോഷ്യോളജി എടുത്തത്. എസ്പെഷ്യലി ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിപ്പറേഷൻ. ഒരു ജനറലിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി തരുന്നു എന്നുള്ളൊരു കാര്യവും
പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത് കൊണ്ട് മാത്രം എടുത്താണ്. സോഷ്യോളജിയിലേക്ക് വന്നല്ലേ? ഓക്കെ. ഇപ്പോൾ നേരത്തെ സിവിൽ സർവീസിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും അറിയാമായിരുന്നു, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ഫിഗർ ഉണ്ടായിരുന്നു സിവിൽ സർവീസ് മേഖല പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ? ഇല്ല, ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആരും പരിചയം ഉണ്ടായിരുന്നില്ല. ഒരു ഇൻസ്പിറേഷണൽ ഫിഗർ എന്നുള്ള നിലയ്ക്ക് കോട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനുശേഷം പലരുമായിട്ട് പരിചയപ്പെടാനും നേരിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. റൈറ്റ്. ഇതിൽ 3 സ്റ്റേജസിൽ പ്രിലിമിനറി പരീക്ഷയുണ്ട്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ. ഇപ്പോൾ മൈക്കിളിന് ഏറ്റവും കൂടുതൽ ടഫ് എന്ന് തോന്നി കമ്പാരിറ്റീവ്ലി 3 ഏതായിരുന്നു കൂടുതൽ ടഫ് എന്ന് അനുഭവപ്പെട്ടത്? എന്നെ സംബന്ധിച്ച് പ്രിലിംസ് തന്നെയായിരുന്നു ഒരു വലികേറാ മല എന്നൊക്കെ പറയുന്ന പോലെയായിരുന്നു. കാരണം ദിസ് വാസ് മൈ 6th ആൻഡ് ഫൈനൽ പ്രിലിംസ്. ആദ്യമായിട്ടാണ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തത്. ലക്കിലി ഗോട്ട് ഇൻ ടു സർവീസ് ആസ് വെൽ. സോ പ്രിലിംസ് തന്നെയായിരുന്നു ഒരു മേജർ റോഡ് ബ്ലോക്ക്. റൈറ്റ്. ഇത്തവണ എന്താണ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ? വാട്ട് വാസ് യുവർ എനി ചേഞ്ചസ് ദാറ്റ് യു ബ്രോട്ട് ടു പ്രിപ്പറേഷൻ? പ്രിലിംസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഞാൻ ഡിഫറൻ്റ് ആയിട്ടെന്നല്ല ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ്. കാരണം പഠിക്കാതെ പോയി എഴുതിയതാണ് പ്രിപ്പറേഷൻ. ഐ ഹാഡ് ആക്ച്വലി ഡ്രോപ്ഡ് എവറിത്തിങ് ആൻഡ് ദിസ് വൺ ജസ്റ്റ് ഒന്ന് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളൊരു പേർപ്പസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്രാവശ്യം പ്രിലിംസ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളാണെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഇരുന്നായിരുന്നു. പക്ഷെ എന്നാലും ഐ തിങ്ക് റിവിഷൻ എന്നുള്ളൊരു ആസ്പെക്ട് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ ഹാഡ്. നമ്മളൊരു പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ച് അവസാനം റിവൈസ് ചെയ്യാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. ദാറ്റ് ഈസ് സംതിങ്. കൂടുതൽ ഓരോ അറ്റംപ്റ്റ് കഴിയുമ്പോഴും റിവിഷന് വേണ്ടി സമയം എടുത്തെങ്കിലും ഐ ഡോണ്ട് തിങ്ക് എനഫ് ടൈം വാസ് അലോട്ടഡ് ഫോർ റിവിഷൻ ഈവൻ മൈ 5th attempt ഓൾസോ. ഓക്കെ. മോസ്റ്റ്ലി സെൽഫ് സ്റ്റഡി രീതിയാണോ അവലംബിച്ചത് അല്ലേ? സ്വന്തമായിട്ടായിരുന്നു ഈവൻ ഓപ്ഷണലിൻ്റെയും പ്രിപ്പറേഷൻ സോഷ്യോളജിയാണ് ഓപ്ഷൻ? അതെ. ഓക്കെ. അത് എത്രമാത്രം എന്തായിരുന്നു സ്ട്രാറ്റജി? സാധാരണ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ ടോപ്പേഴ്സിന് ഒരു പ്രത്യേക സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പോൾ വാട്ട് വാസ് യുവർ സ്ട്രാറ്റജി വെൻ ഇറ്റ് കംസ് ടു സെൽഫ് സ്റ്റഡി ആൻഡ് ഓൾസോ പ്രിപ്പറേഷൻ? ഞാനൊരു പല സോഴ്സസിൽ നിന്നും ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുത്തു. ഇൻഫാക്ട് ഓപ്ഷനിൽ ഞാൻ ഒറ്റ ആൻസർ പോലും എഴുതിയിട്ടില്ല. നോട്ട് ഈവൻ എ സിംഗിൾ, മേ ബി 2 or 3 ടു ബി എക്സാക്ട്. മാക്സിമം 2 or 3 ആൻസർ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ ഓപ്ഷനിൽ. സോ GS-ന് ആഫ്റ്റർ പ്രിലിംസ് ഐ യൂസ് ടു പ്രാക്ടീസ് 4 or 5 questions ഡെയിലി. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷൻസ് തന്നെ സബ്ജക്റ്റിനെ കോൺസെപ്റ്റിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് ഡെവലപ്പ് ചെയ്തിട്ട് എക്സ്പ്രസ് ഇൻ മൈ ഓൺ വേർഡ്സ് എന്നുള്ളതായിരുന്നു ഞാൻ അവലംബിച്ചൊരു മാർഗം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതത്ര എളുപ്പമുള്ളൊരു പ്രോസസ്സ് അല്ലല്ലോ. അപ്പം വാട്ട് ഡസ് യുവർ ഡേ ലുക്ക് ലൈക്ക്? ഒരു ഡേ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും പ്രിലിംസിനോട് അടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു? റിവിഷന് വേണ്ടിയായിരുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്, അതോ ഇപ്പോൾ കൂടുതൽ പുതിയ സോഴ്സ് വായിക്കുന്നത്, അങ്ങനെ എന്തായിരുന്നു ഒരു ദിവസം ഒരു ആവറേജ് സമയത്ത്? പ്രിലിംസിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ പോലെ ഈ എത്രയും കൂടുതൽ വായിക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ വായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫോക്കസ്. ദാറ്റ് വാസ് എ ഫണ്ടമെൻ്റൽ ഫ്ലോ. അതുകൊണ്ട് തന്നെ റിവിഷന് സമയം കിട്ടിയില്ല. പിന്നെ പല ഒരു അറ്റംപ്റ്റ് ഐ സ്റ്റിൽ റിമെമ്പർ, അതിൻ്റെ തലേ ദിവസം പുലർച്ചെ ആ എക്സാമിൻ്റെ അന്ന് പുലർച്ചെ 2 മണിക്ക് ഐ ഗോട്ട് എ ന്യൂ ഇൻഫർമേഷൻ ദാറ്റ് വാസ് എൻറ്റയർലി ഓപ്പോസിറ്റ് ടു വാട്ട് ഐ ഹാഡ് ലേൺഡ് ഓർ വാട്ട് ഐ ന്യൂ ടിൽ ദാറ്റ് മൊമെൻറ്റ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കെയിം ഫോർ പ്രിലിംസ്. ആൻഡ് ഞാൻ പഠിച്ചു വെച്ച് ഐ വാസ് സോ എക്സൈറ്റഡ് ടു സീ ദിസ് ക്വസ്റ്റ്യൻ. എൻ്റെ പുതിയ ഇൻഫർമേഷൻ ആ ഒരു ഓപ്ഷനായിട്ടും ഉണ്ടായിരുന്നു. ഐ ടിക്ക് ദാറ്റ്. ഇത്രയും കാലം പറഞ്ഞിരുന്നായിരുന്നു, ബട്ട് ഇൻ ഫാക്ട് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഐ couldn't clear that prelims for 2 marks. Had this question be right, I could have made into that particular means. അപ്പോൾ അങ്ങനെ റിവിഷൻ ചെയ്യാത്തതിൻ്റെ ഒരു പക്ഷേ ഈ വർഷം ആകുമ്പോഴത്തേക്ക് അത് മറികടങ്ങാൻ പറ്റിയെന്നാണോ? ഈ വർഷം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഐ ഹാഡ് ആക്ച്വലി ഡ്രോപ്ഡ് ആഫ്റ്റർ 5th attempt. സോ അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു കൂൾ മൈൻഡായിരുന്നു. ഒരു ലെഗസി നോളജ് ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് മാത്രമേ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള കിടക്കുന്നത്. എനിക്കൊന്ന് എല്ലാ ആസ്പിറൻസിനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നു. നമ്മൾ വിചാരിക്കാത്ത ചില ഫാക്ട്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പം ടോപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫൈനലിസ്റ്റിൽ പേര് വന്നപ്പോൾ നമ്മൾ കോളേജിലോ സ്കൂളിലോ ഉണ്ടായിരുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ സ്കിൽ സെറ്റോ മൈക്കിളിന് തോന്നുന്നുണ്ട് അത് ഈ പരീക്ഷയിൽ ഒരു പക്ഷേ അറിയാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അക്യുമുലേറ്റഡ് ആയിട്ടുള്ള നേരത്തെ നമ്മൾ ചെയ്ത ട്രെയിൻഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, നമ്മൾ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റി, സംതിങ് വി ഹാവ് റെഡ് ഓർ ഡിഡ് ഏർലിയർ, അങ്ങനെ എന്തെങ്കിലും ഒരു സ്കിൽ സെറ്റ് ഓർ എനിത്തിങ് അങ്ങനെ നമ്മൾ ഈ സക്സസ്ഫുൾ അറ്റംപ്റ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? പ്രിലിംസ് ആൻഡ് മെയിൻസ് ഐ ഡോണ്ട് തിങ്ക്. ന്യൂസ് പേപ്പർ റീഡിംഗ് ഉണ്ടായിരുന്നു, ബട്ട് ദാറ്റ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ബട്ട് പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെ സമയത്ത് ഐ തിങ്ക്
interacting with people from different classes, different world views, different ideologies. അതെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. I could bring all of that in building my perspectives as well. So അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പരിധി വരെ കരുതുന്നു. ഓക്കെ, ഇപ്പോൾ ലീഡ് ഐഎസും ആയിട്ടുള്ള അസോസിയേഷൻ പറയുകയാണെങ്കിൽ മെയിൻസ് കില്ലറിൻ്റെ സമയത്താണ് അല്ലേ ഇങ്ങോട്ട് ഏതൊക്കെ രീതിയിലാണത് ലീഡിൻ്റെ പ്രോഗ്രാംസ് മൈക്കലിനെ സഹായിച്ചിട്ടുള്ളത് ഈ ജേർണിയിൽ? ഞാൻ ലീഡിൻ്റെ മെൻറ്റർഷിപ്പായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ പല ക്വസ്റ്റ്യൻസും സെൽഫായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്, മീൻസ് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. ബട്ട് ഡ്യൂറിങ് മൈ ഇൻ്റർവ്യൂ സ്റ്റേജ് മിസ്റ്റർ ജിതിൻ വാസ് വെരി ഹെൽപ്ഫുൾ. സാറിനോട് ഞാൻ നേരിട്ട് സംസാരിച്ചിരുന്നു, ആൻഡ് ഹി വാസ് വെരി മോട്ടിവേറ്റിംഗ്, ആൻഡ് ദാറ്റ് ഡിഡ് പ്ലേ എ റോൾ, ഗ്രേറ്റ് റോൾ ഇൻ ഫാക്ട്. റൈറ്റ്. മോക്ക് ഇൻ്റർവ്യൂസ്, ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ഇല്ലാതെ അത് മോക്ക് ഇൻ്റർവ്യൂസിൻ്റെ അതൊക്കെ എടുക്കുമായിരുന്നു. എന്തായിരുന്നു ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ്റെ സ്ട്രാറ്റജി? കേരളത്തിലൊരു മോക്ക് ഇൻ്റർവ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. ലേറ്റർ ഐ വെൻറ്റ് ടു ഡൽഹി, ബട്ട് അഗെയിൻ ഐ ഡോണ്ട് തിങ്ക് മോക്ക് ഇൻ്റർവ്യൂസ് കേരളത്തിൽ ഇറ്റ് വാസ് ഫൈൻ, only one I took, but in other places എനിക്ക് തോന്നുന്നത് they were grilling by checking our knowledge, I mean factual knowledge. Right. So I think that is a fundamentally flawed approach എന്നാണ് എനിക്ക് തോന്നുന്നത്, because for my interview not even a single question that assessed my factual knowledge was asked. So അതുകൊണ്ട് how far that is helpful I'm not very sure. എനിക്കറിയില്ല, മറ്റു ചിലർക്ക് ചിലപ്പോൾ ഫാക്ച്വൽ നോളജിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും, ബട്ട് ഫോർ മീ ദിസ് ഈസ് ദ കേസ്. റൈറ്റ്. ആ ഇൻ്റർവ്യൂ ദിവസം എങ്ങനെ ഓർത്തെടുക്കുന്നു? വാസ് ഇറ്റ് എ പ്ലസൻറ്റ് എക്സ്പീരിയൻസ്? പലർക്കും പ്രത്യേകിച്ച് കേരളത്തിലെ ആസ്പിറൻസിൻ്റെ ഒരു സംഭവമാണ് നമ്മളെ അവർ ഗ്രില്ല് ചെയ്യുമോ അല്ലെങ്കിൽ ലാംഗ്വേജ് മാറ്റർ ഇങ്ങനെയൊക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു മൈക്കലിൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് വിത്ത് ദ ബോർഡ്? ഞാൻ പല മോക്ക് ഇൻ്റർവ്യൂസ് എടുത്തപ്പോഴും ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ ഐ വാസ് സോ വെരി കംഫർട്ടബിൾ വിത്ത് സെയിങ് സോറി സാർ ഐ ഡോണ്ട് നോ. ഒരു 10-20 ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഒറ്റയടിക്ക് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ, അപ്പോൾ 20 മേ ബി ആൻ എക്സാജറേഷൻ, മേ ബി 10-15 ക്വസ്റ്റ്യൻസ് ഐ ഡോണ്ട് നോ സ്ട്രേറ്റ് അവേ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതലൊന്നും വരാനില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലാംഗ്വേജ് ഐ ഡോണ്ട് തിങ്ക് എനിക്ക് വലിയ പ്രോബ്ലം ആയിരുന്നില്ല, ബട്ട് ഐ ഡോ നോട്ട് തിങ്ക് ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ഗെറ്റിംഗ് ടെസ്റ്റഡ് ഇൻ പേഴ്സണാലിറ്റി ടെസ്റ്റ്. നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ്ങും പെർസ്പെക്റ്റീവുമാണ് I think what gets tested, and I don't think we can fake ourselves sitting in front of the പറ്റുമായിരിക്കും, but that is a Herculean task എന്നാണ് എനിക്ക് തോന്നുന്നത്. Whatever you are will come out എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് യു ഹാവ് സ്കോർഡ് എക്സെപ്ഷനലി വെൽ. 200 എന്നുള്ളൊരു സ്കോർ ഹിറ്റ് ചെയ്തു ഇൻ്റർവ്യൂവിൽ. വേറെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തിരുന്നു അപ്പാർട്ട് ഫ്രം ജിതിൻ സർ സെഷൻസ്? മറ്റ് മോക്ക് എടുക്കുന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും വായിക്കുകയോ അല്ലെങ്കിൽ അത്തരം വേറെ എന്തെങ്കിലും ചെയ്തിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടി? See, I wanted to do much more, but again, and the entire focus, because of this bombarding that I do not have sufficient factual knowledge, came back haunting me. So, and the entire focus was on that. So, that derailed my preparation to a great extent. But at the same time, apart from interaction with Mr. Jidin, I did talk with my brother Paul on a daily basis. He conducted daily one-on-one sessions, which was also again our feeling how to answer, to be comfortable with answering questions. Again, at the end of the day, interview is highly subjective. So another day maybe it could have went wrong. So I do not ഇത് വലിയ സംഭവമാണെന്ന് I don't think. Still നല്ല കമ്പാരിറ്റീവ്ലി 200 എന്ന് പറയുമ്പോൾ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു 3 നാളത്തെ ഒരു പ്രിപ്പറേഷൻ സൈക്കിളിൽ വാട്ട് കെപ്റ്റ് യു ഗോയിങ് ഓൾ ദീസ് ഇയേഴ്സ് ആൻഡ് ഓൾസോ ഡേയ്സ്? ചില ദിവസങ്ങൾ നമുക്ക് ഉറപ്പായിട്ട് ടഫ് ആവുമല്ലോ. പലപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് വന്ന് പറയാറുണ്ട് ഒന്നും വായിക്കാൻ തോന്നാത്ത സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ റിവൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടാവും. അപ്പോൾ എങ്ങനെയായിരുന്നു അതൊക്കെ ഓവർകം ചെയ്ത് വാട്ട് കെപ്റ്റ് യു ഗോയിങ്? ഐ എം നോട്ട് ആൻ ഐഡിയൽ UPSC കാൻഡിഡേറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. ഞാൻ ഈ എക്സാം വരുമ്പോൾ മാത്രം പഠിക്കുന്ന ഒരു ടൈപ്പാണ്. അത് ദാറ്റ് ഈസ് സംതിങ് പ്രിലിംസിന് എൻ്റെ ഇത്രയും അറ്റംപ്റ്റ് എടുക്കാൻ ഒരു കാരണം അതാണ്. സോ എനിക്ക് കുറേ കാലം ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൂടുതൽ ലെഷർ ഉള്ളത് കൊണ്ട് കുറച്ച് സമയം പഠിക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് കെപ്റ്റ് ഗോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ എത്രത്തോളം എനിക്ക് ആപ്ലിക്കബിൾ ആണെന്ന് ഐ ഡോണ്ട് think. I'm not very sure how much applicable it is. Right. Okay. Did you have a peer group, combined study? അങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. എനിക്കറിയാം അത് വർക്കിൻ്റെ കൂടെ ബുദ്ധിമുട്ടായിരിക്കും അത് ടൈം മാനേജ് ചെയ്യാനെങ്കിലും അങ്ങനെ ഒരുമിച്ച് പഠിക്കുമ്പോൾ പോളിൻ്റെ കൂടെയുള്ള സെഷൻസ് പറഞ്ഞു. അപ്പോൾ അതല്ലാതെ പിയർ ലേണിങ്ങോ അങ്ങനെ എന്തെങ്കിലും പിയർ മോക്ക് അങ്ങനെ എന്തെങ്കിലും മെക്കാനിസംസ്?
ഇല്ല, എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സർവീസിലുള്ളവർ. വൺ ഓഫ് ദം വാസ് റിയലി ഹെൽപ്ഫുൾ ഡ്യൂറിങ് മെയിൻസ് ടു കീപ് മീ മോട്ടിവേറ്റഡ്. അപ്പാർട്ട് ഫ്രം ദറ്റ് കമ്പൈൻഡ് സ്റ്റഡി എന്നുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നൊരു ടെക്നിക്കലി അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ സപ്പോർട്ട് അത് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ജേർണിയിൽ? See, mine was a long journey. I resigned in 2016 and now it is 2025. And there are people, തുടക്കത്തിലുണ്ടായിരുന്ന ഒരു ക്രൗഡ് നമ്മുടെ പുറകിലില്ലെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ വിശ്വസിച്ച് കൂടെ നിന്ന ഈവൻ എഫ് ഹാൻഡ്ഫുൾ ദേ വർ റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ ജേർണി അഹെഡ്. യെസ്, പലപ്പോഴും പലരും പറയും വി ഷുഡ് ഹാവ് എ പ്ലാൻ ബി ബിഫോർ സ്റ്റാർട്ടിങ് യുവർ പ്രിപ്പറേഷൻ ഫോർ സിവിൽ സർവീസ് അല്ലേ. അപ്പോൾ അത് നേരെ മറിച്ച് മൈക്കലിൻ്റെ കാര്യത്തിൽ നേരത്തെ സ്റ്റേറ്റ് ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നു, പിന്നെ പ്രിപ്പറേഷന് വേണ്ടി ജോലി റിസൈൻ ചെയ്യണ്ടായി. അപ്പോൾ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ദിസ്? ഷുഡ് വി ഹാവ് പ്ലാൻ ബി ഓർ നമ്മൾ സിവിൽ സർവീസിൽ ഫോക്കസ് ചെയ്യണമെന്നാണോ പുതിയ ആസ്പിരൻസിനോട് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ മേ ബി 1 or 2 attempts യു ക്യാൻ ഗിവ് ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്യാം, നോ ഹാം ഇൻ ദാറ്റ്. ബട്ട് ആഫ്റ്റർ ദാറ്റ് ദ പ്രഷർ ഓൺ യു ഗെറ്റ്സ് increased or it accumulates. More and more attempts you take, more and more years go by. So it is always very good that you have a plan B or even plan C. കാരണം അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ മേലുള്ള പ്രഷർ UPSC അല്ലെങ്കിൽ ഐ ഹാവ് സംതിങ് ടു ലീൻ ഓൺ എന്നുള്ളത് ദാറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധവും അതാണ്. കാരണം had I not resigned back then, maybe ഇത്രയും പ്രഷർ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. ബട്ട് ലക്ലി ഐ കുഡ് ക്ലിയർ JRF in sociology as well, so that was also always an option, and I had secured admission in Germany for one particular course, so maybe that counted as plan C and plan B. പാരലലി അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നോക്കുന്നുണ്ടായിരുന്നു, മറ്റ് എക്സാംസ് ഇങ്ങനെയുള്ള അക്കാഡമിക്കലി മറ്റു കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ വിട്ടുപോയ ഒരു കാര്യമാണ്. നമുക്കറിയാം 3 സ്റ്റേജസിലും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷൻ? പത്രവായന, ന്യൂസ് പേപ്പർ റീഡിങ്, അതിന് നോട്ട് എടുക്കുമായിരുന്നു, എന്തായിരുന്നു? വാട്ട് വാസ് യുവർ സ്ട്രാറ്റജി? അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയൽ UPSC കാൻഡിഡേറ്റിൻ്റെ പാത്തല്ല എൻ്റേത്. കാരണം ഞാൻ അങ്ങനെ നോട്ട് ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. വായിക്കും, മറക്കും, റിവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഓർക്കുക പോലും ഇല്ല. സി അഗെയിൻ അതെല്ലാം ദാറ്റ് ഓൾ കെയിം ബാക്ക് ടു ഹോണ്ട് മീ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് തുറന്ന്, ഇനി ബാക്കിയുള്ള ആസ്പിറൻസ് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. വാട്ട് എവർ യു ലേൺ ബി തറോ വിത്ത് ഇറ്റ് എന്നുള്ളൊരു കാര്യമാണ് കറണ്ട് അഫയേഴ്സ്. അതുകൊണ്ട് തന്നെ മേ ബി ഒരു കമ്പൈലേഷൻ ബിഫോർ പ്രിലിംസ് വല്ലതും അങ്ങനെ നോക്കും. അഗെയിൻ വുഡൻറ്റ് ഗെറ്റ് ടൈം ടു റിവൈസ് ഇഫ് യു ഡു ദാറ്റ് ഓൺലി ദെൻ. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഷുഡ് ബി ഐഡിയലി ബി അവോയ്ഡഡ്. ഓക്കെ, ഇപ്പോൾ സർവീസിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യാനാണ് താല്പര്യം? ഓഫ് കോഴ്സ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സർവീസ് അലോക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. എങ്കിലും എന്താണ് സർവീസിലേക്ക് കടക്കുമ്പോൾ മനസ്സിൽ മൈക്കലിനെ? UPSC എന്നല്ല, ഏത് മേഖലയിലാണെങ്കിലും ഐ തിങ്ക് വി ക്യാൻ ഡു സോ മെനി തിങ്സ്. ഇപ്പോൾ വർക്ക് ചെയ്ത് ഏതൊരു പൊസിഷനിലാണെങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ സീ ദിസ് ആസ് എ വൈഡർ പ്ലാറ്റ്ഫോം. ഇപ്പോൾ ഏത് സർവീസ് ആണെങ്കിലും ദർ ആർ തിങ്സ് ഐ ബിലീവ് വിച്ച് വി ക്യാൻ ഡു. അതിപ്പോൾ ഏത് പൊസിഷൻ ആണെങ്കിലും, നോട്ട് നെസസറിലി UPSC. ഇത്ര സീമിംഗ്ലി മൈന്യൂട്ട് പൊസിഷൻ ആണെങ്കിലും ദർ ആർ തിങ്സ് ദാറ്റ് യു ക്യാൻ ഡു. അത് ചിലപ്പോൾ ആ ഒരു കയറി കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ ഹൗ വി ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ളത്. ഐ തിങ്ക് അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്. എന്തായാലും ഈ വർഷത്തെ പ്രിലിമിനറി എക്സാം നടക്കാൻ പോകണം. അപ്പോൾ ഇപ്പോൾ എഴുതാൻ പോകുന്ന ആസ്പിരൻസിനോട് അവർക്ക് എന്ത് മെസ്സേജാണ് മൈക്കലിന് കൊടുക്കാനുള്ളത്? എൻ്റെ അഭിപ്രായത്തിൽ പലരും പ്രിലിംസ് കയറാത്തത് അവർക്ക് അറിവില്ലാഞ്ഞിട്ടല്ല, പലപ്പോഴും ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാത്ത കൊണ്ട് കയറാൻ പറ്റാത്ത പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. സോ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് UPSC യെസ് ഇറ്റ് ഈസ് എ ചെറിഷ്ഡ് സർവീസ്, ചെറിഷ്ഡ് ജോബാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. യെസ് യു ഷുഡ് വെരി ട്രൈ ഹാർഡ് ഫോർ ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം UPSC മാത്രമല്ല, end of the day there are so many opportunities waiting for you if you are dedicated in whatever you do എന്നുള്ളൊരു കാര്യം അത് മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഗീവ് യുവർ എക്സാം വിത്ത് എ കൂൾ മൈൻഡ്. ഇതല്ലെങ്കിൽ പോട്ടെ, ഐ ഹാവ് അതർ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളൊരു ബോധ്യം മനസ്സിൽ ഉറപ്പിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ദാറ്റ് ക്യാൻ മേക്ക് എ ഡിഫറൻസ്. റൈറ്റ്. സോ നമ്മളോട് സംസാരിച്ചത് മൈക്കലാണ്. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ടോപ്പേഴ്സിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത് പലരും സ്വന്തം വഴിവെട്ടി ഈ വിജയം കരസ്ഥമാക്കിയവരാണ്. അപ്പോൾ ഈ വർഷം നമുക്ക് മൈക്കിളിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു കാര്യം, ആ പ്രതീക്ഷയും ഹോപ്പും കൈവിടാതെ മുമ്പോട്ട് ലക്ഷ്യത്തിലേക്ക് നടന്ന് അത് നേടിയെടുത്ത ഒരാൾ ആണ്. അപ്പോൾ ആ ഒരു ജേണിയാണ് നമ്മളിപ്പോൾ മൈക്കിളിൽ നിന്ന് തന്നെ കേട്ടത്.
എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് മൈക്കിളിൻ്റെ ജേണിയിൽ നിന്ന്. അത് ഈ പറഞ്ഞ പലപ്പോഴും ടോപ്പർ ആകുമ്പോഴാണ് നമ്മൾ ഇത്തരം കഥകൾ, പുതിയ പുതിയ വഴികൾ നമുക്ക് തെളിഞ്ഞ് കിട്ടുന്നത്. ഇപ്പോൾ ആൻസർ തിങ്കിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ വർഷം ബെഞ്ചോ നമ്മളോട് സംസാരിച്ചതുപോലെ ഈ വർഷം മൈക്കിൾ അനുഭവം പങ്കുവച്ചു. എന്തായാലും ഭാവിയിലേക്ക് എല്ലാ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ് മൈക്കിൾ. ആൻഡ് നമ്മുടെ നാടിനും നാട്ടുകാർക്കൊക്കെ വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ, ലൈക്ക് യു മെൻഷൻഡ്. ഓൾ ദ വെരി ബെസ്റ്റ്. Lead IAS, #1 IAS Academy in Kerala.